ഐബിസ് പെയിന്റ് എക്സിൽ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു സീനറി വരച്ചെടുത്താലോ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐബിസ് പെയിന്റിൽ എങ്ങനെ ഈസി ആയിട്ടൊരു സീനറി വരയ്ക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കണ്ട ഈ ചിത്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബ്രഷ്, നമ്മുടെ പെൻ ഫെയ്ഡ് എന്ന് പറഞ്ഞ ബ്രഷ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കളറിൽ പോകുന്നു. ഞാൻ ഒരു റെഡ് കളർ സെലക്ട് ചെയ്യുന്നു, കുറച്ച് ഓറഞ്ച് ആയിട്ടുള്ള റെഡ്. അതിനുശേഷം നമ്മൾ ബക്കറ്റ് എടുക്കുക. ഞാൻ ലെയർ ഏറ്റവും അടിയിലത്തെ ലെയർ എടുക്കുകയാണ്. അതിനുശേഷം ഫില്ല് കൊടുക്കുകയാണ്. സ്ക്രീനിൽ ടാപ്പ് ചെയ്യുക. നമ്മൾ വീണ്ടും ബ്രഷിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ കളർ മാറ്റുകയാണ്. കുറച്ചും കൂടെ ഒരു ഓറഞ്ച് കളർ നമ്മൾ എടുക്കുകയാണ്. നമ്മൾ വരച്ച് നോക്കുന്നു. സൈസ് കുറച്ച് കുറവാണ്, കുറച്ച് കൂട്ടിയിട്ട് കളർ കുറച്ചും കൂടെ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് എടുക്കുക. നമ്മളിങ്ങനെ വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ സ്റ്റെബിലൈസർ ഓണാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. നമുക്ക് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല, ഞാൻ ഓഫാക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. നിങ്ങൾ പെൻഫെയ്ഡ് എന്ന് പറയുന്ന ഈ ബ്രഷ് വളരെ ഉപകാരപ്രദമായ ബ്രഷാണ്. നമുക്ക് വരയ്ക്കുമ്പോൾ ഏറ്റവും എളുപ്പം നല്ല സ്മൂത്തായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നൊരു ബ്രഷാണ്. നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ഈ ബ്രഷ് സെലക്ട് ചെയ്യണത് നല്ലതായിരിക്കും. നമ്മൾ കുറച്ച് ഒരു ബ്രൗൺ കളർ സെലക്ട് ചെയ്യാണ്. സൈസ് കുറച്ചും കൂടെ കൂട്ടാം. നൈസായിട്ട് സൈഡിൽ കൂടെ ഏറ്റവും മേലെ നമ്മളിങ്ങനെ സൈസ് കുറച്ചും കൂട്ടി ഇതേ രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. ഞാൻ കുറച്ച് ബ്ലാക്ക് എടുത്തു. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം ഞാൻ സ്മഡ്ജ് എടുക്കുകയാണ്. സ്മഡ്ജിന് ഞാൻ പെൻഫെയ്ഡാണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്, അത് തന്നെ എടുക്കുന്നു. അതേ ബ്രഷ് തന്നെ എടുക്കുന്നു. അതിനുശേഷം ഞാൻ സ്മഡ്ജ് ചെയ്യുകയാണ്. മാക്സിമം സൈസ് വെച്ചിട്ട് നിങ്ങൾ സ്മഡ്ജ് ചെയ്യുക. ഞാൻ എയർ ബ്രഷ് എടുക്കുകയാണ്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് സ്മഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സ്മഡ്ജ് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ സ്മഡ്ജ് ചെയ്യാണ്, കുറച്ച് സ്പീഡാക്കുകയാണ്. അപ്പം നിങ്ങളിങ്ങനെ അതെല്ലാം സ്മഡ്ജ് ചെയ്യുക. ബ്രഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റി ഉപയോഗിക്കാം. അങ്ങനെ അത് മൊത്തം സ്മഡ്ജ് ചെയ്ത് ഏകദേശം നിങ്ങൾക്കൊരു മേഘത്തിൻ്റെ ഒക്കെ ഒരു രൂപത്തിലാക്കി എടുക്കുക. നമ്മളിപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഐ ഡ്രോപ്പ് സെലക്ട് ചെയ്തിട്ട് ആ ബ്രൗൺ കളർ, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ബ്രൗൺ കളർ കുറച്ചും കൂടെ അടിയിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം. എന്നിട്ട് വീണ്ടും അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ റെഡ് കുറച്ച് ലൈറ്റാക്കി എടുക്കുന്നു, കുറച്ച് ഓറഞ്ച് കൂടിയ റെഡ്. എന്നിട്ട് അതിൻ്റെ ഓറഞ്ചിൻ്റെ റെഡിൻ്റെ ഇടയ്ക്കായിട്ട് കൊടുക്കുകയാണ്, അത് ബ്ലെൻഡ് ആവാൻ വേണ്ടി. എന്നിട്ട് വീണ്ടും അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ അടുത്ത ലെയറിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മൾ യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നു, സൂര്യൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ പെൻഫെയ്ഡും കൊണ്ട് സൈസ് കുറച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതും സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. സ്മഡ്ജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. യെല്ലോ കുറച്ചുകൂടെ ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണ്, അത് വന്നിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് കൊടുക്കുകയാണ്. അവിടെ മേഘത്തിൻ്റെ ഒരു എഫക്റ്റ് വരാൻ.
അതുപോലെ ഓറഞ്ചും ഐ ഡ്രോപ്പർ വെച്ച് ഞാൻ സെലക്ട് ചെയ്യുന്നു. സ്ക്രീനിൽ ഹോൾഡ് ചെയ്താൽ മതി, അപ്പോൾ ഐ ഡ്രോപ്പർ വരും. അങ്ങനെ കുറച്ച് ഡോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അത് സ്മഡ്ജ് ചെയ്യുന്നു. അപ്പം ശരിക്കും ഒരു മേഘത്തിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഇച്ചിരി കൂടുതലാണ്. ഞാൻ ഇറേസർ സെലക്ട് ചെയ്തിട്ട് ഒബാസിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം 35 ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒബാസിറ്റി കുറച്ചിട്ട് ഞാൻ ഡോട്ടായിട്ട് മായ്ച്ച് കളയുന്നു. അതിനുശേഷം സ്മഡ്ജ് ചെയ്യുകയാണ്. വീണ്ടും ഡോട്ടായിട്ട് മായ്ക്കുന്നു, സ്മഡ്ജ് ചെയ്യുന്നു. ഞാൻ റെഡ് കളർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു, ഒരു വേവ് പോലെ വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും അതും സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് ചെറുതായിട്ട് 2 സൈഡിലും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതും സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്നിട്ട് ബ്രഷ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് എയർ ബ്രഷ് കാണാം, അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ സൈസ് കൂട്ടിയിട്ട് അവിടെ ചെറിയൊരു ബ്രൗണിൻ്റെ ഷെയ്ഡ് വരാൻ വേണ്ടി ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. അപ്പോൾ അവിടെ ബ്രൗൺ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അടുത്ത ലെയർ, ഞാൻ 4ാമത്തെ ലെയർ സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്രഷ് ഒന്ന് മാറ്റുകയാണ്. ഫെൽറ്റ് ടിപ്പ് പെൻ എന്ന ബ്രഷ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അടിയിൽ ഇങ്ങനെ ഗ്രൗണ്ടാണത്, നമ്മളത് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബക്കറ്റ് ഫിൽ എടുക്കുക. എന്നിട്ട് അത് ബ്ലാക്ക് വെച്ചൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ മൊത്തം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രൗണ്ടാണ്. ഓക്കെ, ഫില്ലായിട്ടുണ്ട്. നമ്മൾ സെറ്റാക്കി. ഇനി അതേ ലെയറിൽ തന്നെ നമ്മൾ ബ്രഷ് എടുക്കുന്നു, മരം വരയ്ക്കാൻ പോവുകയാണ്. ഇപ്പം ഞാനിവിടെ വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ രീതിയിൽ തന്നെ വരയ്ക്കാൻ നോക്കുക. നിങ്ങൾ ജസ്റ്റ് കുറച്ച് ലൈൻസ് വരച്ച് അങ്ങനെ ഒരു മരം വരയ്ക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിക്കൂ. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കുറച്ച് ലൈൻസ് വരയ്ക്കുന്നു, പിന്നെ ബ്രാഞ്ചസ് വരയ്ക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ കുറേ നിങ്ങൾ പറ്റുന്ന അത്ര ബ്രാഞ്ചസ് വരയ്ക്കുക, അപ്പോൾ അത്രയും നല്ലതായിരിക്കും. ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് വരച്ചുകൊണ്ടിരിക്കുക. വീണ്ടും ബ്രഷിൻ്റെ സൈസ് കുറച്ച് ചെറിയ ബ്രാഞ്ചസ് വരയ്ക്കുക. അങ്ങനെ വരച്ച് കുറേ ബ്രാഞ്ചസ് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം ഞാൻ ആ ബ്രാഞ്ചസ് എല്ലാം ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രാഞ്ചസിൻ്റെ ടിപ്പ് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു ബ്രഷ് സെലക്ട് ചെയ്യുകയാണ്. ലീഫ് ഷവർ എന്നാണ് ആ ബ്രഷിൻ്റെ പേര്. ലീഫ് വരയ്ക്കാൻ വേണ്ടി ഈസി ആയിട്ട് ഞാൻ ആ ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡോട്ടായിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് വരയ്ക്കുകയാണ്. സൈസ് അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ലീഫെല്ലാം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ ടൂൾ വെച്ചിട്ട്, ആ ലീഫ് ടൂൾ വെച്ചിട്ട് തന്നെ ഗ്രൗണ്ടിൽ ഗ്രാസ് പോലെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് വരച്ച് കഴിഞ്ഞു. അടുത്ത ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ബ്രഷ് ഞാൻ കസ്റ്റമിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ലീഫ് ഷവർ നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ വീണ്ടും പെൻ ഫെയ്ഡ് എടുക്കുന്നു. അതിനുശേഷം കളർ വൈറ്റ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ ആ യെല്ലോയിൻ്റെ പൊക്കത്തോടെ ഇങ്ങനെ ലൈനായിട്ട് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഏത് പടം വരയ്ക്കുമ്പോഴും വൈറ്റ് കളർ നിങ്ങൾ ഇതുപോലെ ഷെയ്ഡ് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ജസ്റ്റ് വൈറ്റ് വെച്ച് ഷെയ്ഡ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണെങ്കിൽ പടത്തിനൊരു നല്ല ഒരു ലുക്ക് ഉണ്ടാവും. പിന്നെ എയർ ബ്രഷ് ഒന്ന് കസ്റ്റമിലേക്ക് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സൈസ് കുറച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് താഴെ ചുമപ്പിൻ്റെ അവിടെയൊക്കെ ആയിട്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഇടയിലും ഒന്ന് എയർ ബ്രഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിവിധ വേറെ ലെയറുകളിലായിട്ട് ഇത് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യണമെങ്കിൽ അത് എളുപ്പമാവും. എല്ലാം ഒരു ലെയറിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാവും. ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ
ലൈൻസ് വരയ്ക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് തന്നെ സ്മഡ്ജ് ചെയ്തെടുക്കുക. സ്മഡ്ജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലർ ചെയ്തെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. സ്മഡ്ജ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. സ്മഡ്ജ് ആവുന്നില്ല നിങ്ങൾ ബ്ലർ ചെയ്തെടുത്തോളൂ. നമ്മൾ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിങ്ങൾക്ക് കാണാം വൈറ്റ് വന്നപ്പോൾ കുറച്ച് കൂടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾ ലെയർ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ നോക്കുക. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെയർ മേലേക്കും താഴേക്കും ഒക്കെ മാറാൻ സാധിക്കും. അപ്പം ഞാൻ വേറൊരു ലെയർ പുതിയത് ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് പക്ഷികളെ വരയ്ക്കുക. നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ പക്ഷികളെ വരയ്ക്കുക. ഇങ്ങനെ വിവിധ സ്ഥലത്ത് വിവിധ സൈസിൽ ഇങ്ങനെ പക്ഷികളെ വരയ്ക്കുക. കുഞ്ഞി പക്ഷികൾ കൂട്ടമായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക, കാരണം പക്ഷികൾ കൂട്ടമായിട്ടാണ് പറക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് പക്ഷികളെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ പക്ഷികളുടെ അടിയിലൊക്കെ ഒന്ന് കുറച്ച് കട്ടിയൊക്കെ കൂട്ടി അതിനുശേഷം എല്ലാ പക്ഷികളും ഒന്ന് സൈഡൊക്കെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെയും സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ പക്ഷികളുടെയും സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം കൊടുക്കുകയാണ്. കുറച്ച് സൈഡിലേക്ക് മാറ്റി കുറച്ച് സൈസ് ചെറുതാക്കി ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അത് വെക്കുക. ഇപ്പം ഞാനെന്താ ഇത്രയും ചെറുതാക്കി ടിക്ക് കൊടുത്തു. അപ്പോൾ ഇതാണ് ലെയറിൽ വരയ്ക്കുന്നതിൻ്റെ ഗുണം. നിങ്ങൾക്ക് കാണാം, മറ്റേതിനേക്കാളും നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ലെയറിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് മാത്രം സെലക്ട് ചെയ്തിട്ടിങ്ങനെ ട്രാൻസ്ഫോം ഒക്കെ കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള സീനറി വരച്ച് കഴിഞ്ഞു. ഇപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം എനിക്കൊന്ന് അയച്ചു തരിക. ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ആ അക്കൗണ്ടിലേക്ക് ഒന്ന് അയച്ചു തരാം. നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു. ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പക്ഷികൾ കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ പക്ഷികൾ കൊടുക്കുകയാണ്. എന്നിട്ടത് കുഴപ്പമില്ല. എന്നിട്ടത് വീണ്ടും സ്മഡ്ജ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്യാം. അതാണ് നമ്മുടെ സീനറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഒക്കെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ ചാനൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലത്തെ അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബൈ.